ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ 369. സൂറത്തുൽ അഅറാഫ് ആയത്തുകൾ 19 മുതൽ 30 വരെ, പേജ് 598. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويا آدم اسكن أنت وزوجك الجنة فكلا من حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين قالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين قال فيها تحيون وفيها تموتون ومنها تخرجون يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون وإذا فعلوا فاحشة قالوا وجدنا عليها آباءنا والله أمرنا بها قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون فريقا هدى وفريقا حق عليه الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون. ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ 370. സൂറത്തുൽ അഅറാഫ് ആയത്ത് 19.
വയാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്നത, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. ഫകുലാ മിൻ ഹൈഥു ശിഅ്തുമാ, നിങ്ങൾ ഇരുവരും ഉദ്ദേശിച്ചിടത്തു നിന്ന് ഭക്ഷിച്ചു കൊള്ളുക. പേജ് 592. വലാ തഖറബാ ഹാദിഹി ശജറത, ഈ മരത്തെ നിങ്ങൾ ഇരുവരും സമീപിക്കരുത്. ഏത് മരമാണിതെന്ന് അന്വേഷിക്കുന്നത് അനാവശ്യമാണ്. അതറിയുന്നതിൽ വല്ല നന്മയും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അള്ളാഹു അത് തെളിയിച്ചു പറയുമായിരുന്നു. എല്ലാം അനുവദിച്ചു, ഒന്ന് വിരോധിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ ആ മരത്തിൽ നിന്നും തിന്നാൽ ഫത്തകൂനാ മിനൽ ളാലിമീൻ, എങ്കിൽ നിങ്ങൾ ഇരുവരും അക്രമികളിൽപ്പെട്ടവരായിത്തീരുന്നതാണ്. ആയത്ത് 20. ഫവസ്വസ ലഹുമ ശൈത്വാനു, അപ്പോൾ പിശാച് അവർക്ക് ദുർബോധനം നൽകി. ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, അവർക്ക് മറക്കപ്പെട്ടിരുന്ന ഗുഹ്യസ്ഥാനങ്ങളെ അവർക്ക് വെളിവാക്കി കാണിക്കാൻ വേണ്ടി. അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാണാൻ കഴിയാത്ത നിലയിലാണ് അള്ളാഹു അവരെ ആക്കിയിരുന്നത്. താഴെ പറയും പ്രകാരം വിരോധിക്കപ്പെട്ട പഴം തിന്നപ്പോൾ അതുനിമിത്തം അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ വെളിവായി. അതായത് അവർക്ക് അള്ളാഹു നൽകിയിരുന്ന മറ നീങ്ങി. അതിനു വേണ്ടി എന്ന് വെച്ചാൽ അവർ അനുസരണക്കേട് ചെയ്തത് നിമിത്തം ഇതുണ്ടായി എന്ന് സാരം. വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറതി, പിശാച് പറഞ്ഞു, നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ഈ മരത്തിൽ നിന്ന് നിങ്ങളെ വിലക്കിയിട്ടില്ല. ഇല്ലാ അൻ തകൂന മലക്കൈനി, നിങ്ങൾ ഇരുവരും മലക്കുകളായി തീരുമെന്നുള്ളതല്ലാതെ. ഔ തകൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇരുവരും നിത്യവാസികളായി തീരുമെന്നുള്ളതല്ലാതെ. ഈ മരത്തിൽ നിന്നുള്ള പഴം തിന്നാൽ നിങ്ങൾ മലക്കുകളായിത്തീരും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ശാശ്വതമായി പാർക്കുന്നവരായിത്തീരും. അതുകൊണ്ട് മാത്രമാണിത് അത് വിലക്കിയത് എന്നിങ്ങനെ പിശാച് അവരോട് പറഞ്ഞു. നിങ്ങൾ മലക്കുകളായി തീരുമെന്ന പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തി ഒരു ചർച്ചയുണ്ട്. വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് എഴുതിയതായി കാണാം. മനുഷ്യനാണോ മലക്കിനാണോ കൂടുതൽ ശ്രേഷ്ഠത എന്നതിനെ പറ്റിയാണ് സംവാദം. ഒന്നാലോചിച്ചാൽ തികച്ചും അനാവശ്യമായ ഒരു ചർച്ചയാണത്. കാരണം മനുഷ്യനെയും മലക്കിനെയും തമ്മിൽ താരതമ്യം ചെയ്യൽ തന്നെ നിരർത്ഥകമാണ്. മനുഷ്യൻ്റെയും മലക്കിൻ്റെയും സത്തയും സൃഷ്ടിപ്പും വ്യത്യസ്തമാണല്ലോ. മനുഷ്യൻ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിൽ ജീവിക്കുന്നു. മലക്ക് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട് പ്രപഞ്ചമൊന്നാകെ ദൈവകൽപ്പനകൾ ശിരസാവഹിച്ച് അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടു കൂട്ടരുടെയും സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യങ്ങളും തികച്ചും വ്യത്യസ്തങ്ങളത്രേ. പ്രവർത്തന മേഖലയും ജീവിതവും ഉത്തരവാദിത്വങ്ങളും എല്ലാം വിഭിന്നങ്ങളാണ്. രണ്ടും താരതമ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിരർത്ഥകമാകുന്നു. പേജ് 600. ആയത്ത് 21. വഖാസമഹുമാ, പിശാച് അവർ രണ്ടുപേരോടും ആണയിട്ട് പറയുകയും ചെയ്തു. ഇന്നി ലക്കുമ ലമിനൻ നാസിഹീൻ, നിശ്ചയമായും ഞാൻ നിങ്ങൾ ഇരുവർക്കും നന്മ ആഗ്രഹിക്കുന്നവരിൽ പെട്ടവനാകുന്നു. നോക്കുക, പിശാച് മനുഷ്യനെ സമീപിച്ച കോലം. ആണയിട്ട് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചിരിക്കും നേര് തന്നെയായിരിക്കും, അള്ളാഹുവിൻ്റെ പേരിൽ ആരെങ്കിലും കള്ളസത്യം ചെയ്യുമോ എന്ന്. ആയത്ത് 22. ഫദല്ലാഹുമ ബിഗുറൂർ, അങ്ങനെ പിശാച് അവരിരുവരെയും വഞ്ചനയിലൂടെ അകപ്പെടുത്തി. ഫലമ്മാ ദാഖാ ശജറത, അങ്ങനെ അവരിരുവരും ആ വൃക്ഷത്തിൽ നിന്ന് രുചി നോക്കിയപ്പോൾ ബദത്ത് ലഹുമ സൗആതുഹുമ, അവരുടെ ഗുഹ്യസ്ഥലം അവർക്ക് വെളിവായി. സൃഷ്ടിപ്പിൽ തന്നെ അതിന് മറയുണ്ടായിരുന്നു, ആ മറ നീങ്ങി. അവരിരുവരും സ്വർഗത്തിലെ ചില ഇലകളെടുത്ത് അവരുടെ മേൽ ചേർത്തു പിടിക്കാൻ തുടങ്ങി. കൂടെ ആരുമില്ലെങ്കിലും തുണിയുരിഞ്ഞു നിൽക്കാൻ മനുഷ്യപ്രകൃതി ഇഷ്ടപ്പെടുകയില്ലല്ലോ. അതാണ് ഈ വെപ്രാളത്തിന് കാരണം. വനാദാഹുമ റബ്ബുഹുമ, അവരിരുവരെയും അവരുടെ റബ്ബ് വിളിച്ചു ചോദിച്ചു. അലം അൻഹകുമ അൻ തിൽകുമ ഷജറത്തി, ആ മരത്തിൽ നിന്ന് നിങ്ങൾ ഇരുവരെയും ഞാൻ വിലക്കിയിട്ടില്ലേ? വഖുൽ ലകുമാ ഇന്ന ശൈത്വാന ലകുമാ അദുവ്വും മുബീൻ, നിശ്ചയമായും പിശാച് നിങ്ങൾ ഇരുവർക്കും തെളിഞ്ഞ ശത്രുവാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുകയും ചെയ്തിരുന്നില്ലേ? ആയത്ത് 23. ഖാല റബ്ബന, അവരിരുവരും പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ, വലംന അംഫുസന, ഞങ്ങളോട് തന്നെ ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു.
വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങൾക്ക് പുറത്തു തരാതെയും ഞങ്ങളോട് കരുണ കാണിക്കാതെയും ഇരിക്കുന്ന പക്ഷം, പേജ് 601, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുക തന്നെ ചെയ്യും. ഇവിടെ ചിലർ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: സ്വർഗത്തിൻ്റെ വാതിലിൽ ഒരു റിപ്പോർട്ടിൽ തൂണിൽ എന്നാണ് ഷഹാദത്ത് കലിമ എഴുതി രേഖപ്പെടുത്തിയിരുന്നു. ആദം നബി അലൈഹിസ്സലാം വിരോധിക്കപ്പെട്ട പഴം തിന്ന് പാപിയായി, നഗ്നത വെളിവായി, നാണക്കേടായി വിഷമിച്ചു നടന്നപ്പോൾ ആ രേഖപ്പെടുത്തിയത് കണ്ടു. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബെ, ആരാണ് ഈ മുഹമ്മദ്? അപ്പോൾ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരിചയപ്പെടുത്തി കൊടുത്തു. ആദം സന്തതികളിൽ അവസാനം വരുന്ന പ്രവാചകനാണെന്നും മറ്റും. അപ്പോൾ ആദം അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ ഈ മകൻ്റെ മഹത്വം കൊണ്ട് എനിക്ക് പുറത്തു തരാതിരിക്കരുതേ എന്ന്. ഈ തവസ്സുലിൻ്റെ പ്രാർത്ഥന കൊണ്ടാണത്രേ ആദം നബി അലൈഹി സ്വലാമക്ക് പുറത്തു കിട്ടിയത്. ഇതിനെപ്പറ്റി മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ ഖുർആൻ വ്യക്തമാക്കിയതിന് വിരുദ്ധവും അടിമുടിക്കളവുമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തതിൽ പിശാച് കൂട്ടിച്ചേർക്കുമെന്ന് സൂറത്തുൽ ഹജ്ജ് 52 പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണിത്. ആദം നബി അലൈഹിസ്സലാമക്ക് പുറത്തു കൊടുത്തത് എങ്ങനെയാണെന്ന് ഖുർആൻ ഇവിടെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ നിഷേധം മാത്രമാകുന്നു. ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 371, സൂറത്തുൽ മാഇദ ആയത്ത് 24, പേജ് 601. ഖാല ബിതു, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ. ബഅ്ദുക്കും ലിബഅ്ദിൻ അദുവ്വ്, നിങ്ങളിൽ ചിലർ ചിലരുടെ ശത്രുക്കളാകുന്നു. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ, ഭൂമിയിൽ നിങ്ങൾക്ക് താവളമുണ്ട്, അവിടെ നിങ്ങൾക്ക് താമസിക്കാം. വമതാഉൻ ഇലാഹിൻ, ഒരു സമയം വരെ വിഭവങ്ങളുമുണ്ട്, അവിടുത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആയത്ത് 25. ഖാല ഫിഹാ തഹ്യൗന, അള്ളാഹു പറഞ്ഞു, അവിടെ നിങ്ങൾ ജീവിക്കും. വഫിഹാ തമൂതൂന, അവിടെ നിങ്ങൾ മരിക്കുകയും ചെയ്യും. വമിൻഹാ തുഖ്റജൂൻ, അവിടെ നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. മനുഷ്യർക്ക് ലോകാവസാനം വരെ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും മറ്റു സൗകര്യങ്ങളും ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട അവധി വരെ ഇവിടെ ജീവിക്കാം. മരണശേഷം എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട് രക്ഷയോ ശിക്ഷയോ വിധിക്കപ്പെടും. പേജ് 602, ആയത്ത് 26. യാ ബനി ആദമ, ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ മറക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. വരീഷ, അലങ്കാര വസ്ത്രങ്ങളെയും. വലിബാസു തഖ്വാ ദാലിക ഖൈർ, ഭയഭക്തിയുടെ വസ്ത്രം തന്നെയാണ് ഏറ്റവും ഉത്തമമായത്. ദാലിക മിൻ ആയാത്തില്ലാഹി, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. ലഅല്ലഹും യദക്കറൂൻ, അവർ ഉത്ബോധനം ഉൾക്കൊള്ളുന്നവരാകാൻ വേണ്ടി. വിരോധിക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ പഴം തിന്നത് നിമിത്തമാണ് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. ആ പഴം തിന്ന ഉടനെ തുടിയുരിഞ്ഞതുപോലെയായി സ്വർഗത്തിലെ ഇലകളെടുത്ത് ഒട്ടിച്ചു ചേർത്ത് മറച്ചു പിടിക്കാൻ തുടങ്ങി. ആകയാൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഗുഹ്യസ്ഥാനം മറക്കൽ വലിയൊരു വിഷയമായി തീർന്നു. അവിടെയാണ് മഹാകാരുണികനായ അള്ളാഹു ആദം സന്താനങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഗുഹ്യസ്ഥാനം മറക്കാനുള്ള അത്യാവശ്യ വസ്ത്രം ഏർപ്പാട് ചെയ്തിട്ടുള്ളതിന് പുറമെ അലങ്കാര വസ്ത്രങ്ങളും ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ഉടയാടുകളിൽ മനുഷ്യൻ കൈവരിച്ച പുരോഗതി അനുഭവ ബോധ്യമാണല്ലോ. ലോകമെമ്പാടും ജനങ്ങൾ എന്തെല്ലാം വ്യത്യസ്ത വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഗുഹ്യസ്ഥാനം വെളിവായി വസ്ത്രത്തിൻ്റെ ആവശ്യം നേരിട്ടത് എന്തുകൊണ്ട്? ഒരു അനുസരണക്കേട് നിമിത്തമാണത്. പിശാച് മഹാവഞ്ചകനും ശത്രുവുമാണെന്നതുകൊണ്ട് മറക്കുന്നതാണ് കാരണം. അങ്ങനെ ഈ നാണക്കേടും വ്യസനവും എല്ലാം നേരിട്ടു. അപ്പോൾ ശരിക്ക് സൂക്ഷ്മത പുലർത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് സൂക്ഷ്മതയെ ഈ ആയത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇത് വലിയൊരു പാഠമാണ്. അനുസരണക്കേട് കാണിച്ചാൽ എന്താണ് വരാൻ പോകുക എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യവും നിങ്ങൾക്ക് കാണാം. എപ്പോഴും ഇത് ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. ആയത്ത് 27. യാ ബനി ആദമ, ആദം സന്തതികളെ, ലാ യഫ്തിനന്നകുമു ശൈത്വാനു, പിശാച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ഖമാ അഖ്റജ അബവൈകും മിനൽ ജന്നതി,
സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ പുറത്താക്കിയതുപോലെ പിശാചിൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകും. മുമ്പ് വിവരിച്ച സംഭവത്തിൽ എന്തൊക്കെ തന്ത്രമാണ് അവൻ ഉപയോഗിച്ചത്, എത്ര മധുരമുള്ള വാക്കുകളാണ് അവൻ പറഞ്ഞത്, എത്ര കാര്യമായിട്ടാണ് അവൻ സത്യം ചെയ്തത്. ശരിക്ക് സൂക്ഷിക്കാത്തത് നിമിത്തം അവരിരുവരും വഞ്ചിതരായിപ്പോയി. അതുകൊണ്ട് സൂക്ഷിക്കുക. പേജ് 603. അവർ രണ്ടാളുടെയും വസ്ത്രം അവൻ ഉരിയുന്നു. ലിയുരിയഹുമ സൗആതിഹിമ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ നഗ്നരായ അവസ്ഥയിലായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നത്. സൂക്ഷിച്ചു കൊള്ളുക. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു, നിശ്ചയമായും അവനും അവൻ്റെ വർഗ്ഗക്കാരും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈഥു ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണാത്ത വിധത്തിൽ. ഇന്ന ജഅൽന ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ, നിശ്ചയമായും വിശ്വസിക്കാൻ ഒരുക്കമില്ലാത്തവർക്ക് പിശാചുക്കളെ നാം മിത്രങ്ങളാക്കിയിരിക്കുന്നു. പിശാചിനെ മനുഷ്യർക്ക് കാണാനാവില്ല, എന്നാൽ പിശാചിനും കൂട്ടാളികൾക്കും മനുഷ്യരെ കാണാം. മനുഷ്യരെ വഴി പിഴപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായ ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്ന് ഉണർത്തുകയാണ്. യാഥാർത്ഥ്യങ്ങൾ ശരിക്ക് അറിയുകയും അവ ഉൾക്കൊള്ളുകയും ചെയ്യാൻ തയ്യാറില്ലാതെ താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി വീണ്ടു വിചാരവും ദീർഘദൃഷ്ടിയുമില്ലാതെ ജീവിക്കുന്നവരുടെ കൂട്ടുകാരും മിത്രങ്ങളും പിശാചുക്കളാകുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 372, സൂറത്തുൽ മാഇദ ആയത്ത് 28. വഇദാ ഫഅലു ഫാഹിഷതൻ, വല്ല നീചവൃത്തിയും അവർ ചെയ്യുമ്പോൾ ഖാലു വജദ്നാ അലൈഹാ ആബാഅന, അവർ പറയും ഞങ്ങളുടെ പിതാക്കളെ ഈ അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടത്. വല്ലാഹു അമറനാ ബിഹാ, അള്ളാഹു ഞങ്ങളോട് അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഅബ തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രം ഉപേക്ഷിക്കുക മുതലായ അശ്ലീലങ്ങൾ അവർ ചെയ്യാറുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവരുടെ വാദം ഇത് ഞങ്ങളുടെ പിതാക്കളുടെ പാരമ്പര്യമാണ്, അള്ളാഹു കൽപ്പിച്ചതാണ് എന്നായിരുന്നു. ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാഇ, പറയുക നിശ്ചയമായും അള്ളാഹു നീചവൃത്തി കൽപ്പിക്കുകയില്ല. അത്തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അറിയാത്ത വിഷയങ്ങൾ നിങ്ങൾ പറയുന്നുവോ? ഇത് മഹാതെറ്റാണല്ലോ. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതും തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രം അഴിച്ചു വെക്കുന്നതും ഞങ്ങളുടെ പാപങ്ങൾ ചെയ്തു വന്നിരുന്നത് ഞങ്ങളുടെ പിതാക്കൾ ചെയ്തു വന്നിരുന്നത് പിൻപറ്റുകയാണെന്നും അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണെന്നുമാണ് അവർ പറയുന്നത്. തികച്ചും അടിസ്ഥാനരഹിതമാണ് അവരുടെ വാദം, തീർത്തും അബദ്ധപൂർണം. ഇത്തരത്തിലുള്ള നീചമായ ഒന്നും അള്ളാഹു കൽപ്പിക്കുകയില്ല. പേജ് 604 ആയത്ത് 29. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, പറയുക എൻ്റെ റബ്ബ് നീതി കൽപ്പിച്ചിരിക്കുന്നു. വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ ആരാധനാലയങ്ങളിലും നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ ചൊവ്വാക്കുകയും വദുഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിയവരായ അവസ്ഥയിൽ അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും എന്നും അവൻ കൽപ്പിച്ചു. പള്ളിയുടെ അടുക്കൽ വെച്ച് മുഖത്തെ ചൊവ്വാക്കുക എന്ന് വെച്ചാൽ ആഭിമുഖ്യം അള്ളാഹുവിലേക്ക് മാത്രമാക്കുക എന്ന്. ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പള്ളിയുടെ അടുക്കൽ വെച്ച് മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരുടെ നേരെ ആഭിമുഖ്യം പുലർത്തിയിരുന്നല്ലോ. നമ്മുടെ സമുദായത്തിൽ ചിലർ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി പള്ളിയുടെ അകത്ത് വെച്ച് അള്ളാഹു അല്ലാത്തവരുടെ നേരെ ആഭിമുഖ്യം പുലർത്തുന്നു. ഇതൊന്നും ശരിയല്ല. നിങ്ങളുടെ ആഭിമുഖ്യം അള്ളാഹുവിനോട് തന്നെയായിരിക്കണം. നിഷ്കളങ്കമായ വിനയത്തോടും ഭക്തിയോടും കൂടി അവനോട് പ്രാർത്ഥിക്കുകയും വേണം. പള്ളിയുടെ അകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴികെട്ടവരാര്? കമാ ബദഅക്കും തഊദൂൻ, നിങ്ങളെ ആദ്യം പടച്ചതുപോലെ നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നതാകുന്നു. നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു എന്നതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അതുപോലെ രണ്ടാമതും അവൻ നിങ്ങളെ സൃഷ്ടിച്ച് അവൻ്റെ മുമ്പാകെ ഹാജരാക്കുന്നതാകുന്നു. ഒട്ടും സംശയിക്കേണ്ട, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. ആയത്ത് 30. ഫരീഖൻ ഹദാ, ഒരു കക്ഷിയെ അവൻ നേർവഴിയിലാക്കി. വഫരീഖൻ ഹഖ്ഖ അലൈഹി ദ്വലാല, ഒരു കക്ഷി വഴികേട് അവരുടെ മേൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവർ സ്വയം വഴിതെറ്റിപ്പോയത് കൊണ്ട് ന്യായമായ കാരണത്താൽ അവർക്കതുറപ്പിച്ചു കൊടുത്തു. അങ്ങനെ
അവരെ അള്ളാഹു വഴി പിഴപ്പിക്കുകയും ചെയ്തു. ഇന്നഹും ഇത്തഖദു ശയാത്വീന ഔലിയാഅ മിൻ ദൂനില്ലാഹി, നിശ്ചയമായും അള്ളാഹുവിനെ വിട്ടുകൊണ്ട് പിശാചുക്കളെ അവർ മിത്രങ്ങളായി സ്വീകരിച്ചു. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ തങ്ങൾ നേർമാർഗം പ്രാപിച്ചവരാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ തലവൻ ഇബ്ലീസിൻ്റെ ശത്രുതയുടെ സ്വഭാവം നേരത്തെ പറഞ്ഞുവല്ലോ. അവരെ മിത്രങ്ങളായി സ്വീകരിച്ചാൽ പിന്നെ മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടും?